ഒരു പഴമയുടെ രുചിക്കൂട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഒരു നാരങ്ങ അച്ചാറാണ്. പണ്ട് മുതലേ നമ്മുടെ വല്യമ്മമാരും ഒക്കെ ഇട്ട് വരുന്ന രീതിയിലുള്ള തനി നാടൻ നാരങ്ങ അച്ചാർ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ 500 ഗ്രാം നാരങ്ങേനെ ഞാൻ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് നല്ലോണം കഴുകിയിട്ട് എടുത്തു വെച്ചതാണിത്. 500 എന്ന് പറയുമ്പോൾ കറക്റ്റ് 500 അല്ല കേട്ടോ, ഇത് 480 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ഏകദേശം 500. ഇനി അതിൽ എല്ലാ നാരങ്ങേനെയും നമ്മൾ ഇതുപോലെ എടുത്തിട്ടും കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ലൈനിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ നാരങ്ങേനെയും ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും ഒന്ന് പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിന് ചെയ്യുന്നത്, നമ്മളിതിനെ കുക്ക് ചെയ്യുന്നില്ല നാരങ്ങേനെ. അതിന് പകരം കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം നല്ലോണം തിളപ്പിച്ച ശേഷം ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അതിൽ വെക്കുക. അങ്ങനെയാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാ നാരങ്ങേനെയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ നാരങ്ങയ്ക്കും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഇനി നല്ലോണം തിളക്കണം. അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ വെള്ളം തിളപ്പിക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത്, ഇപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട് വെള്ളം, ഈ ഒരു സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയില്ലേ അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നാരങ്ങ ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ, നാരങ്ങ ഇട്ടു ഇപ്പോൾ തന്നെ ഞാൻ തീൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ ഇട്ടു അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നാരങ്ങ ഇട്ട ഉടനെ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ അതിലൊരു ചൂടുണ്ടാവില്ല. ആ ഒരു ചൂടിൽ ഈ നാരങ്ങ ഒരു 10 മിനിറ്റ് കിടക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാൻ ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തതാണ്. ഇത് കണ്ടു, ഇപ്പോൾ നാരങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടില്ലേ, ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ അതാണ് സംഭവം. നാരങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഈ നാരങ്ങനെയൊക്കെ നല്ലോണം തുടക്കണം. കാരണം നമ്മൾ ഈ അച്ചാറിൽ എണ്ണ ഒട്ടും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ഈ നാരങ്ങയിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വെള്ളത്തിലിട്ടാണല്ലോ ഇപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഫുള്ള് നമ്മൾ നല്ലോണം തുടച്ചിട്ട് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി വിരിച്ചിട്ട് അതിലേക്ക്, നല്ല വൃത്തിൻ്റെ തുണി എടുക്കട്ടോ, അതിലേക്ക് നാരങ്ങ വെച്ചിട്ട് ഇനി ഓരോ നാരങ്ങയിലെയും വെള്ളം നല്ല പോലെ നമ്മൾ തുടച്ച് എടുക്കണം. അപ്പോൾ ഈ നാരങ്ങ തുടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ കത്തി കൊണ്ട് ഓരോ കീറലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്താൽ നാരങ്ങേൻ്റെ ഉള്ളിൽ നീര് അതിൽ കൂടെ പുറത്ത് വരും. അപ്പോൾ പ്രസ് ചെയ്യാതെ പതുക്കെ ശ്രദ്ധിച്ച് തുടച്ചു കൊടുക്കുക. ഓരോ നാരങ്ങേനെ ഇതുപോലെ നല്ലോണം തുടച്ചിട്ട് എടുക്കുക. വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായാൽ പൂപ്പൽ വരും. അതുകൊണ്ട് വെള്ളം ഇല്ലാണ്ട് നല്ലോണം തുടച്ചെടുക്കുക. ഈ അച്ചാറിൻ്റെ റെസിപ്പി കിട്ടിയത് ഇക്കാൻ്റെ വല്യമ്മാൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. വല്യമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാർ എന്നാണ് ഞങ്ങൾ പറയാറ്. അവിടെ വല്യമ്മാൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കി ഈ അച്ചാർ ഉണ്ടോയെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ. വല്യമ്മ ഉണ്ടാക്കും, ഉമ്മ ഉണ്ടാക്കും. അങ്ങനെ ഉമ്മയാണ് ഇപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തരുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്നൊരു സാധനമാണ്. ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറുമാണ്. ഉണ്ടാക്കിയിട്ട് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലോണം തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങേനെ 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിലിവിടെ ഇപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ കാണാം കേട്ടോ. അതെന്താ അറിയോ, ഞാനിതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തപ്പോൾ ചെറുതായി ഒന്ന് പ്രസ്സായി. അപ്പോൾ അതിൻ്റെ നീര് വന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ അതാണ് ഞാൻ പറഞ്ഞത്, പ്രസ് ചെയ്താൽ നീര് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നാരങ്ങേനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങേനെ 8 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി 4 പീസാക്കി കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ 2 വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു ഇഞ്ചിയുടെ പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണിത്. പിന്നെ ഒരു 10 പച്ചമുളക്, 10 ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പച്ചമുളകിനെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീളത്തിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഈ വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഇതിൽ
ഇതിലിടുന്ന ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഈ അച്ചാർ നല്ല ഉപ്പൊക്കെ പിടിച്ച് പാകമായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി മാത്രം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടുതലിടാം. പിന്നെ നമുക്ക് ചുവന്ന മുളക് ഒരു 25 വേണ്ടി വരും. ഈ 25 എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വറുക്കണം. വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിന് പകരം ഈ വറുത്ത് പൊടിച്ച മുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു പാകത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അച്ചാറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നാരങ്ങ വേറെ പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി വേണേൽ ഇതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ നാരങ്ങയുടെ നീരും പിന്നെ നമ്മൾ ഇതിൽ സുർക്ക വയ്ക്കും, വിനാഗിരി, അതും എല്ലാം കൂടി പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ വെളുത്തുള്ളിക്ക്. പച്ചമുളകും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി പിന്നെ എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് അത് നല്ല ഇഷ്ടമാകും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിന് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനെന്തായാലും ഇപ്പോൾ ഇത്ര ഇടുന്നുണ്ട്. പിന്നെ അച്ചാറല്ലേ, കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ എല്ലാവരും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ്. അതിനുശേഷം ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചില്ലേ മുളക്, ഇതാണ് ഞാൻ പറഞ്ഞ വറുത്ത് പൊടിച്ചെടുക്കണം പറഞ്ഞില്ലേ. അപ്പോൾ പൊടിക്കുമ്പോൾ നൈസായിട്ട് പൊടിക്കണ്ട. ഇതുപോലെ ശരിക്കും നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് നൈസായിട്ട് പൊടിക്കണ്ട. ഇതിങ്ങനെ കാണുമ്പോഴാണ് ആ അച്ചാറിനൊരു ഭംഗി ഉണ്ടാവുക. അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ എക്സ്ട്രാ മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് തന്നെ മതിയാവത്തില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് 1 കപ്പ് സുർക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വിനാഗിരി. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിയുടെ ലെവലിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് എടുക്കാത്തതിൻ്റെ കാരണം ഇതിലിനി ഈ നാരങ്ങയുടെ നീരില്ലേ, അതും കൂടെ ഇറങ്ങി വരും നമ്മളിത് ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുമ്പോൾ. അതുകൊണ്ടാണ് ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞത്. എന്നാലും വളരെ കുറക്കാനും പറ്റില്ല. അപ്പോൾ 1 കപ്പൊക്കെ ഒരു പാകത്തെ അളവാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് നല്ല വൃത്തിയുള്ള കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ അച്ചാർ എടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അച്ചാർ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഇടരുത്, അത് ഒട്ടും ഹെൽത്തി അല്ല, ഭയങ്കര കേടുണ്ടാക്കും ഹെൽത്തിന്. അതുകൊണ്ട് എപ്പോഴും ഗ്ലാസിൻ്റെ നല്ല ബോട്ടിൽ, ആ ബോട്ടിൽ നന്നായിട്ട് തുടച്ച് ഉണക്കിയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുകൂടെ ഉണക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും ബോട്ടിൽ. എന്നിട്ട് അതിൽ ഇട്ട് വെക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം എടുത്തോളും. എന്നാൽ നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടും. പിന്നെ വലിയ ക്ഷമയില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.